മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. അക്ഷയ കേന്ദ്രങ്ങളിൽ 22ാം വാർഷികം ആഘോഷിച്ചു. അമരമ്പലം 5 മൈൽ അക്ഷയ കേന്ദ്രത്തിൽ അമരമ്പലം വില്ലേജ് ഓഫീസർ എൻ ഷിബു മുഖ്യാതിഥിയായിരുന്നു. 2002 നവംബർ 18-നാണ് കേരളത്തിൽ അക്ഷയ സെന്ററുകൾ നിലവിൽ വരുന്നത്. രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തുടക്കം കുറിച്ച പദ്ധതിയാണ് അക്ഷയ സെന്ററുകൾ. മലപ്പുറം ജില്ലയിലാണ് ആദ്യത്തെ അക്ഷയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. 22 വർഷമായി സർക്കാരിതര സേവനങ്ങൾ നൽകുന്നതിൽ മുൻനിരയിലാണ് 5 മൈൽ അക്ഷയ കേന്ദ്രം. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്രത്തിൽ കേക്ക് മുറിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. അക്ഷയ എന്റർപ്രൈനർ വിജയലക്ഷ്മി, ബിനോയ്, മനുരാജ്, അജ്മൽ, മറ്റ് ജീവനക്കാർ, പൊതുജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പൂക്കോട്ടുംപാടം അക്ഷയ കേന്ദ്രത്തിൽ ജീവനക്കാരും പൊതുജനങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു. ചേലോട് അക്ഷയ കേന്ദ്രത്തിൽ ജീവനക്കാരും പൊതുജനങ്ങളും പങ്കെടുത്തു. മധുരവിതരണവും നടന്നു. ബിനോയോട് സൂചിപ്പിച്ചതുപോലെ അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇന്റർനെറ്റ് എന്നുള്ള ഒരു വാക്ക് പോലും പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ 2002 മലപ്പുറം ജില്ലയിലാണ് ആദ്യമായിട്ട് ഈ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് അബ്ദുൽ കലാം ആസാദ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മമ്മൂട്ടി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ പലർക്കും ഓർമ്മയുണ്ടാവും. മലപ്പുറം ജില്ലയിൽ നമ്മുടെ M ശിവശങ്കർ IAS ജില്ലാ കളക്ടറായിരുന്ന സമയത്താണ് ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത്. അന്ന് ചുരുക്കം ചില ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെട്ടിരുന്നൊരു കാര്യമായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സേവനങ്ങളും നമുക്ക് അക്ഷയയിലൂടെ ലഭ്യമാണ്. എല്ലാ ആളുകളും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസുകളിൽ ആളുകൾ നേരിട്ട് വരുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. എല്ലാ ആവശ്യങ്ങൾക്കും അവർ സമീപിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇതിനിടയിലും ചില ചതിക്കുഴികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ അക്ഷയ എന്നുള്ള പേര് ഇതേ മാതൃകയിലും ഇതേ രീതിയിലും ചെയ്തു വെച്ചിട്ടുള്ള കുറേ വ്യാജ സെൻറ്ററുകൾ പുറത്തുണ്ട്. ഇപ്പം നമ്മുടെ ഈ പഞ്ചായത്തിലാണെങ്കിൽ തന്നെ 4 അക്ഷയ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന് 5 മൈലും, പിന്നെ പൂക്കോട്ടുംപാടത്തെ വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലും, ചേലോടും, അതേപോലെ കാവളമുക്കട്ടയും. എന്നാൽ ഇന്ന് ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ അക്ഷയ സെൻറ്ററുകളെ മാത്രമല്ല, അക്ഷയ സെൻറ്ററുകളാണെന്ന് തെറ്റിദ്ധരിച്ച് പല പ്രൈവറ്റ് കേന്ദ്രങ്ങളെയും ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവരെ സംബന്ധിച്ചത് പറയുകയാണെങ്കിൽ അവർക്ക് വ്യക്തമായ ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ പലപ്പോഴും കിട്ടുന്നില്ല. അവർ സ്വയം അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ മറിച്ചാണ്. അവർക്ക് ഒരു IT സെല്ലിൻ്റെ കീഴിൽ ഒരു കേന്ദ്രീകൃത സംവിധാനമുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഓരോ അക്ഷയ സെൻറ്ററിലെയും വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് വ്യക്തമായ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഓരോ സർട്ടിഫിക്കറ്റുകളാണെങ്കിലും മറ്റെന്ത് സേവനങ്ങളാണെങ്കിലും അത് സംബന്ധിച്ച പരിശീലനം അവർക്ക് കിട്ടിക്കൊണ്ട് നല്ല രീതിയിൽ സേവനം ജനങ്ങളിലേക്ക് ലഭ്യമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഒരു സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളെ തെറ്റിദ്ധരിച്ച് നമ്മളിൽ പലരും മറ്റ് കേന്ദ്രങ്ങളിൽ കൂടി ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിവതും അക്ഷയ കേന്ദ്രങ്ങൾ തന്നെ, അല്ലെങ്കിൽ സ്വയം വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന സംവിധാനങ്ങളും ഉണ്ട്. ഈ ഓൺലൈൻ സേവനങ്ങളെല്ലാം തന്നെ ഓൺലൈൻ പോർട്ടലുകളിൽ സിറ്റിസൺ ലോഗിൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് അറിയുമെങ്കിൽ സ്വയം ചെയ്യാം. ആ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് മറ്റു പല സെൻറ്ററുകളും പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും അക്ഷയ കേന്ദ്രങ്ങളെ തന്നെ പരിപൂർണമായും ഇത്തരം സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് ശ്രമിക്കുകയും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Teddy Baby Diaper and Pants made for Indian baby body type.